വളരെ രസകരമായ ഒരു കൂട്ടം ദൃശ്യങ്ങളുമായി ഫണ്ണിയസ്റ്റ് മൊമെന്റ് സീരീസിലെ അടുത്ത പാർട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഏവരെയും ചിരിപ്പിക്കാൻ പോകുന്ന സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. എത്ര കാലാണ് ചങ്ങന്മാര് കളിച്ചാനറിയില്ല. അപ്പൊ നിയാസ് കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അടുത്ത സംഭവത്തിൽ നമുക്ക് കാണാം, ഇവിടെ ഒരു നിക്കാഹിന്റെ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനായി മണവാളനൊക്കെ അവിടെ വന്നിരിക്കുന്നത് നമുക്ക് കാണാം. പക്ഷെ ആ മണവാളൻ അറിഞ്ഞിരുന്നില്ല വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ഇമ്പോസിബിൾ ടാസ്ക് തന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന്. ഇങ്ങനെയൊന്നും അല്ലടാ, ഇത് നമുക്കിന്ന് പോണ്ടേ? യൂ, എന്റെ ഒരു കൈ എവിടെയാടേ? രണ്ടൂന്ന് കൈയായിട്ട് വെള്ളം തന്നെ അത് പൂ പറിക്കാനുള്ള യുവാക്കളുടെ പ്ലാൻ കണ്ടു നോക്കൂ. താമരപ്പൂ പറിച്ചതാ ചേച്ചി. അയ്യോ, അത് പുഴയുടെ നടുക്കല്ലേ? എനിക്ക് വേണം. ഇങ്ങനൊരു വാശിക്കാരി. ചെവിയും കട്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല. ഇവിടെ നമുക്ക് കാണാം, ഈ വ്യക്തി നല്ല അടിപൊളിയായിട്ട് കുലുക്കി അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അങ്ങനെ എൻജോയ് ചെയ്ത് കുലുക്കി അടിക്കുന്നതിന്റെ ലഹരിയിലാണ് അദ്ദേഹം പിന്നിലുള്ള കുഴിയുടെ കാര്യം മറന്നുപോയത്. നമുക്കറിയാം, ടെക്നോളജി ഒരുപാട് വളർന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ മൃഗങ്ങളും അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്താ ഇവരൊക്കെ പേടിച്ചൊരു മൂലക്ക് കയറി നിൽക്കുന്നത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നേ? ദാ കണ്ടോളൂ, ഒറ്റയ്ക്ക് വന്നു ഒരു ക്ലാസ്സിനെ മുഴുവൻ വിറപ്പിച്ചവൻ ആരാണെന്ന്. നമുക്കറിയാം, പല കുട്ടികൾക്കും പെറ്റുകളെയൊക്കെ വളർത്തുന്നത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു കുട്ടി തന്റെ പുതിയ പെറ്റിനെ തന്റെ വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാനായി കൊണ്ടുവരുന്ന വളരെ ക്യൂട്ടായ മനോഹരമായ ഒരു രംഗമാണിത്. യന്ത്രഊഞ്ഞാലിൽ കയറി നിക്കറിൽ മുള്ളിയവരെ പലരെയും ഇതിന്റെ മുൻപുള്ള വീഡിയോയിൽ തന്നെ നമ്മൾ കണ്ടു. ആ ലിസ്റ്റിലേക്ക് പുതിയ കുറച്ച് അഡ്മിഷൻസ് കൂടി. ഞാൻ തലർക്കി കിട്ടോ പണ്ടില്ല പൊതുവെ ഒരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോകുമ്പോൾ മനോഹരമായ കുറെ കാഴ്ചകളും മനോഹരമായ പല നിമിഷങ്ങളുമാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷെ ഇവിടെ ഈ കുട്ടികൾക്ക് ട്രിപ്പിന് പോയപ്പോൾ അക്രമിയും മോഷ്ടാവുമായ ഒരു ആടിനെയാണ് നേരിടേണ്ടി വന്നത്. എന്തൊരു കഷ്ടമാണ്. വീണുപോയ രണ്ടുപേരെയും എഴുന്നേൽപ്പിക്കാൻ വന്നതാണ് ആ ചേട്ടൻ. ഇനിയിപ്പോ അവരെ 3 പേരെയും എഴുന്നേൽപ്പിക്കാൻ 4മതൊരാൾ കൂടി വേണ്ടിവരും. വളരെ വലിയ കോൺഫിഡൻസും വളരെ മികച്ച ഓർമ്മശക്തിയുമുള്ള ഈ പെൺകുട്ടിക്ക് പറയാനുള്ളതൊന്ന് കേട്ടു നോക്കൂ. എന്താ പറഞ്ഞു? നോക്കിക്കോ,
ഈ വരുന്ന ബുധനാഴ്ച ഈ 18-ാം തീയതി അഗ്നിപത്തിന്റെ എക്സാം ഉണ്ടെങ്കിൽ പ്രിങ്കു എഴുതും, പ്രിങ്കു പാസ്സാവും, പ്രിങ്കു ഇവിടുന്ന് പോവും ചെയ്യാം അന്തസ്സോടെ ബാഗ് ഇട്ട്. അപ്പൊ പ്രിങ്കു പോവല്ലേ ഞാൻ പോയി കഴിഞ്ഞിട്ട് നോക്കിക്കോ. അനീഷ്മ ഈ വീടായി ചേർന്നിട്ടോ. ഞാൻ നോക്കില്ല, ഞാൻ തുറക്കില്ല നോക്കിക്കോ. നിങ്ങളൊക്കെ ഞാൻ ബ്ലോക്ക് ആക്കിയിടും, എന്നിട്ട് ഞാൻ പൈലറ്റായിട്ട് വരവേണ്ടി ഒരു സ്ലോ മോഷന്റെ താഴെ തൊപ്പി പിടിച്ചിട്ട് നോക്കിക്കോ. ഞങ്ങളൊക്കെ വെല്ലുവിളിക്കാൻ അന്ന് നിങ്ങൾ കരയി വിടക്കാന്ന് പ്ലിങ്കോ വിളിച്ചിട്ട് അന്ന് ഈ വാക്ക് കുറിച്ച് വെച്ചത് പ്ലിങ്കു. ഞാൻ ഇവിടുന്ന് പോയിക്കും. നോക്കിക്കോ, ഫിസിക്കലും പാസ്സാവും, കെമിക്കലും പാസ്സാവും. ഞാൻ നോക്കിക്കോ. അപ്പോൾ ബുധനാഴ്ച പ്ലിങ്കു എക്സാം എഴുതിയെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും റിസൾട്ട് വരുന്ന പ്ലിങ്കു പ്ലിങ്ങി പോകരുത് എന്ന പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ. രാത്രി ഉറങ്ങണ്ടാട്ടാ. ഉറങ്ങിയ എല്ലാത്തിന്റെയും തന്നിലും മടി പെട്ടിട്ട് പൊട്ടും. അടിച്ചു പൊളിക്കാനുള്ള മാത്രമായിട്ട് നമ്മുടെ ഇതിന് വരുന്നത്. മനസ്സിലായില്ല? A few moments later. രാത്രി ഉറങ്ങണ്ടാട്ടാ. ഉറങ്ങിയ എല്ലാത്തിന്റെയും തന്നിലും മടി പെട്ടിട്ട് പൊട്ടും. അപ്പോ ഷോപ്പിൽ വർക്ക് ചെയ്യാം. മറ്റേ എന്താ ഷോപ്പിന്റെ പേരെന്തായിരുന്നു? റിലയൻസ് ഡ്രസ്സിന്റെ ഷോപ്പ്. ഓ ഇസ് ഇറ്റ്? നീ വർക്ക് ചെയ്യാണെന്ന്? ഓക്കെ. അതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഇംഗ്ലീഷിലൊക്കെ ചോദിച്ചാൽ ആരായാലും ഒന്ന് പേടിച്ചു പോകില്ലേ? ഇനി നമുക്ക് വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയെ പരിചയപ്പെടാം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഇപ്പൊ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ BSc റേഡിയോളജി. റേഡിയോളജി. ഓക്കെ. സുഖം. BSc റേഡിയോളജി. സുഖം. BSc റേഡിയോളജി. ഇനി ഞാൻ അങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ലാതാണോ? അല്ല. കുഴപ്പമില്ല. ഇല്ല. കുഴപ്പമില്ല, എനിക്ക് ചോദിക്കാമല്ലോ അല്ലേ? ഓക്കെ. ഇത് ഈ പ്രോഗ്രാം മുമ്പ് കണ്ടിട്ടുണ്ടോ? വീട്ടിലെ കോഴിയെ വെച്ച് തന്റെ ചിത്രം വരയ്ക്കാനുള്ള ആർട്ടിസ്റ്റിക് ടാലൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണ് ഈ കുട്ടി. ആദ്യമായി സേതുരാമയ്യർ CBI കണ്ടു കഴിഞ്ഞുള്ള വരവാണെന്ന് തോന്നുന്നു. എന്ത് വിധി ഇതെന്താ കല്യാണത്തിനിടെ വടം വലിയോ? ഇനി വല്ല ആചാരമോ മറ്റോ ആണോ? വല്ലാത്ത ചതീത് ഓർക്കപ്പുറത്തെന്റെ പിന്നീ. എന്തായാലും വളരെ വ്യത്യസ്തമായ ആചാരങ്ങൾ തന്നെ. അടുത്തതായി നമുക്ക് ഈ നാടൻ മതം ആദ്യമായി പശുവിനെ കറക്കൽ ട്രൈ ചെയ്യുന്ന രംഗങ്ങൾ കാണാം. നീ അവനെ നോക്കേണ്ട കാര്യമില്ല. പിടിച്ച് കറക്ക. നീ അടുത്തോട്ട് വാ. ഒച്ചയുണ്ടാക്കാതെ ഒരു മുഖിയൊന്ന് കറക്കണി. പാല് പിഴിയട്ടെ സെമീന. ഇല്ലില്ല, മുറുക്കി പിഴിയ എന്നാലേ പാല് കിട്ടുള്ളൂ. അങ്ങനെ. Oh my gosh! Dude, you have to squeeze really, really hard. This cow is actually pregnant. After I was pregnant, 5 months pregnant. Dude, I'm squeezing super duper hard. തെരുതരയും കറക്കണേ. രണ്ടു പേരോട് പിടിക്കാതെ ഒരു കൈ കൊണ്ട് അങ്ങോട്ട് മാറി മാറി തെരുതരയും കറക്ക. അങ്ങനെ മുറുക്കി പിഴി. അങ്ങനെ അതെടി അത് ശ്വാസം വിട്ടു. ഞാൻ ഇരിക്കട്ടെ. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? അങ്ങനെ ഈ ചേട്ടന് വളരെയധികം സന്തോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നിങ്ങൾക്ക്
എന്തായാലും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ സന്തോഷത്തിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായി കിട്ടും. ഓരോരോ പ്രശ്നത്തിനും വളരെ വ്യത്യസ്തമായ രീതിയിൽ പരിഹാരം കാണുന്ന കാര്യത്തിൽ നമ്മുടെ നാട്ടുകാർ കില്ലാടികളാണെന്നതിന് മുൻപുള്ള പല വീഡിയോയിലും നമ്മൾ കണ്ടതാണ്. അതിന് മറ്റൊരു തെളിവ് കൂടി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.